പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരമ്മയുടെ സങ്കടം കേട്ടിട്ട് ആ വീഡിയോ 4 ലക്ഷത്തിന് മേളിൽ, അതായത് ഒരു 4,30,000 പേരോളം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നോക്കിയില്ല. ഒരു 1700-ന് മേളിൽ കമൻറ്റും ഷെയറും ഒക്കെ വന്നു. എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കുക സിസ്റ്ററെ, പ്രാർത്ഥിക്കാമെന്ന്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കൊട്ടാരക്കരയുള്ളൊരു അങ്കിൾ ഒരു 10 സെൻറ്റ് വസ്തു ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൽ ഒരു വീട് വയ്ക്കാനായിട്ട്, മക്കൾ ഉപേക്ഷിച്ച അമ്മമാർക്ക് താമസിക്കുക ഒരു വീട് വയ്ക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇന്നലെ ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണോ ആദ്യം ഞാനിട്ട വീഡിയോ ഷെയർ ചെയ്യുകയും കാണുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും എൻ്റെ ഒപ്പം ഉണ്ടാകണം. എല്ലാവരാലും തള്ളപ്പെട്ടവരാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കഷ്ടത കാണുമ്പോൾ, കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് മനസ്സലിവ് തോന്നുന്നത്. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിശന്ന് ദാഹിച്ച് വലഞ്ഞൊരു വ്യക്തിക്ക് ആ വിശപ്പിൻ്റെ വില അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ വെള്ളം വാങ്ങിക്കാൻ നമുക്കൊരു നിവർത്തിയില്ല. നമ്മളൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഇരിക്കുന്നത്, ചിലപ്പോൾ എല്ലാ സ്റ്റാൻഡിലും നിർത്തത്തില്ല, അല്ലെങ്കിൽ വെള്ളം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നമ്മളാ ദാഹത്തോടെ ഇരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ദാഹിച്ച് വലഞ്ഞവനെ വിശപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും വില അറിയാവൂ. അതുപോലെ ഓരോ ഭവനങ്ങളെന്ന് സത്യം പറഞ്ഞാൽ ഈ അമ്മച്ചിമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: മോളെ, എൻ്റെ മരുമോക്കെന്നെ ഇഷ്ടമില്ല, എൻ്റെ മോക്കെന്നെ ഇഷ്ടമല്ല, മോനിഷ്ടമല്ല, അവർക്ക് ഞാൻ എൻ്റെ വീടും വസ്തു സ്വത്തും എല്ലാം എഴുതി കൊടുത്ത് ഇപ്പോൾ അവരെന്നോട് പറയുന്നത് ഇറങ്ങിപ്പോയ്ക്കോ എന്നാണ്. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലാണ്. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴാണ് മോളെ വീഡിയോ വേറൊരു അമ്മച്ചി എനിക്ക് വോയിസ് അയച്ചേക്കാണ്: മോളെ, ഞാനുണ്ടല്ലോ പ്രാർത്ഥിച്ച് തളർന്നു. എൻ്റെ കണ്ണുനീര് എന്തുകൊണ്ട് ദൈവമേ നീ കാണുന്നില്ല? എൻ്റെ കഷ്ടത നീ എന്തുകൊണ്ട് ദൈവമേ അറിയുന്നില്ല? ഇങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നേ ഇല്ല എന്നൊരു തീരുമാനത്തോടെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വെറുതെ ഫേസ്ബുക്കിൽ ചെന്ന് നോക്കുമ്പോൾ മോളെ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത്, ഇല്ല, എൻ്റെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്, എൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയാണ് ഈ മോള് ഈ വീഡിയോ ചെയ്തത് എന്നൊരു ചിന്ത എനിക്ക് വരികയും ഞാൻ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത്. അതുപോലെ ഓരോരുത്തരുടെ സങ്കടങ്ങൾ അവർ പറയുന്നത്: മോളെ, ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്, രാത്രിയും പകലും ഒരുപോലെ പാമ്പ് കയറി വരും, ഞാൻ ഭയന്നാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്, ഞാൻ നാളെ തന്നെ ബസ്സിൽ കയറി അങ്ങോട്ട് വരട്ടോ. ഞാൻ പറഞ്ഞ്, ആൻറ്റി, നമുക്ക് വീടായിട്ടില്ല, നമുക്ക് ഈ വീടിൻ്റെ പ്രമാണം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം, പ്രമാണം ചെയ്യണം, പിന്നെ അത് കെട്ടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ 4-5 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വീട് പൂർത്തീകരിച്ച് നമ്മളെ അമ്മമാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ്, തൽക്കാലം ഞാൻ നോക്കട്ട്. ഇനിയിപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഞാൻ തൃശ്ശൂർ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, അവിടെ ഒരമ്മയുണ്ട്, അവർ പാമ്പിൻ്റെ ശല്യം കൊണ്ട് വളരെ സങ്കടപ്പെട്ടവിടെ ഇരിക്കുകയാണ്. രാത്രിയും ഉറങ്ങാൻ പറ്റുന്നില്ല, പകലും ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പോയിട്ട് ആ അമ്മയെ കൊണ്ടുവരണം. അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി അവരെ താമസിപ്പിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൃശ്ശൂർ തന്നെ 2 കിഡ്നി ഫെയിലായ ഒരു ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അവിടെ ഒത്തിരി ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ടൊരു ആൻറ്റി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനും ലിസി ചേച്ചിയും കൂടെ പോകുന്നത് പിന്നെ പാലക്കാട്ടേക്കാണ്. അവിടെ എനിക്ക് പരിചയമുള്ള 15 വർഷം മുമ്പ് പരിചയപ്പെട്ട 10 വർഷം മുമ്പ് ഒരു JP ഉണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണണം. തളർന്ന് കിടക്കുന്ന ഒരു സഹോദരനാണ്. പ്രാർത്ഥിച്ച് ഒരുപാട് ആഗ്രഹിച്ചതാണ് കാണണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ കാണാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാട്ടിലാണ് 15-ാം തീയതി കൺവെൻഷന് ശുശ്രൂഷ. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ യാത്ര തുടങ്ങിയെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കൊട്ടാരക്കര പോകുമ്പോൾ 2020 മുമ്പ് വരെ ഡെയിലി ഇങ്ങനെ ഓടുകയായിരുന്നു. തിരുവല്ല, നിരണം, ഡക്ക് ഫാമിൻ്റെ അവിടെ, കോട്ടയത്ത്, കഞ്ഞിക്കുഴി, ചാലക്കുടി, എറണാകുളം, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. മധ്യപ്രദേശ്, ബോംബെയിലും, പിന്നെ ബാംഗ്ലൂർ, ഡൽഹി. കർത്താവിൻ്റെ കൃപയാൽ പിന്നെയും ദൈവത്തിന് വേണ്ടി ഓടുവാൻ ദൈവം എനിക്കൊരവസരം ഒരുക്കി. എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കുന്ന അത്രയും നാൾ കരയുന്നവരെ കണ്ണുനീര് തുടയ്ക്കാൻ, എല്ലാവരും തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ, പ്രത്യേകിച്ച് വയസ്സായ മാതാപിതാക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരെ സ്നേഹിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരെ കാര്യങ്ങളെല്ലാം നോക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ
ഇപ്പം നിങ്ങൾ രണ്ടുപേരും വിദേശത്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നോക്കാനായിട്ട് കഴിയുന്നില്ല, ഒരു സ്ഥാപനത്തിൽ കൊണ്ട് നിർത്താൻ വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിക്കുക, നിങ്ങളുടെ അമ്മ എൻ്റെ അടുത്ത് സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇടുന്നുണ്ട്. ദയവായി നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എത്രയും വേഗം ഒരുമിച്ച് നിന്ന് നമുക്കത് എല്ലാം ആ വീട് റെഡിയാക്കണം, നമുക്കവിടെ കൃഷി ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. എൻ്റെ കൂടെ നിങ്ങൾ കൈകോർക്കണം. ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് ഒരു എളിയവളാവുന്ന ഒരു സഹോദരിയായ ഞാനാണ്. ഒറ്റയ്ക്ക് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകണം. എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന 11,000-ന് മേളിൽ എൻ്റെ ചങ്ങാതിമാരുണ്ട്. ഈ 11,000 പേര് നിങ്ങളെനിക്ക് കുറച്ച് പൈസ വീതം ഇട്ടാലും ഈ 11,000 പേരെന്നെ സഹായിച്ചാൽ എനിക്ക് പുറത്തുനിന്ന് ഒരാളിനോട് കൈനീട്ടാതെ ഈ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും സഹകരിക്കുക, എന്നോട് ചേർന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.